SA യൂണിഫോം ഇട്ട് നന്ദു നേരെ ചെല്ലുന്നത് അനാമികയുടെ വീട്ടിലേക്കാകും. പോലീസ് ജീപ്പ് വരുന്നത് കാണുമ്പോൾ രേവതി പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ പോലീസ് വണ്ടിയല്ലേ അത്, ഈശ്വര നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊക്കിയോ അവര്. അല്ല, അതാ നന്ദു അല്ലേ. അനാമിക ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. പോലീസ് ജീപ്പിൽ നിന്നും നന്ദു ഇറങ്ങി വരികയാണ്. നല്ല കാലക്കൻ സ്റ്റൈലിലാണ് നന്ദു ഇറങ്ങി വരുന്നത്. നന്ദുവിനെ SA ആയിട്ട് കാണുമ്പോൾ അവർക്ക് 3 പേർക്കും ഒട്ടും സഹിക്കുന്നുണ്ടാകില്ല. കുശുമ്പോടെ നോക്കി നിൽക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലല്ലോ. അങ്ങനെ നന്ദു നടന്നു വന്ന് അവരുടെ അടുത്ത് എത്തുകയാണ്. ശേഷം നന്ദു പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ഈ പഞ്ചായത്തിൽ തന്നെ SA ആയിട്ട് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ടൊന്ന് വന്ന് നിങ്ങളെയൊക്കെ കാണാമെന്ന് കരുതി. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എന്നെ SA ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനൊരു ആഗ്രഹം. അമ്മയുടെ അടുത്ത് പോലും പോയിട്ടില്ല, ഇനി വേണം പോകാൻ. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് ഒട്ടും സഹിക്കാനാവാതെ അനാമിക പറയുകയാണ്, നീ SA ആയെന്ന് കരുതി വലിയ ആളാകാനൊന്നും നോക്കണ്ട. വേണ്ടി വന്നാലേ നിൻ്റെ ഈ SC സ്ഥാനം ഉണ്ടല്ലോ അത് തെറിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടേ അധികം നീ അഹങ്കരിക്കേണ്ട, അതാ നിനക്ക് നല്ലത്. ഇത് കേട്ട് നന്ദു ദേഷ്യം വന്ന് അനാമികയുടെ മുഖത്തിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടി കിട്ടിയ വേദനയിൽ അനാമിക ശരിക്കും വീഴാൻ പോകുന്നുണ്ട്. ആ സമയം രേവതി പെട്ടെന്ന് അനാമികയെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നന്ദു ദേഷ്യത്തിൽ പറയുകയാണ്, നീ എന്നെ എന്താ വിളിച്ചേ, D എന്നോ? ഞാനൊരു കംപ്ലൈൻറ്റ് ഇപ്പോൾ തന്നെ എഴുതി കൊടുത്താലുണ്ടല്ലോ, അറിയാലോ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് നിന്നെ വേണമെങ്കിൽ അകത്താക്കാൻ കഴിയും. പിന്നെ അനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ അനിയെ ഓർത്തിട്ട് ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. ഞാനിപ്പോൾ ഒരു SA ആണ്, അതുകൊണ്ട് സാറൊന്ന് വിളിക്കടി. നീ പഴയ പോലെ ഇനി D ബോഡി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്നെ അടിച്ച് ശരിയാക്കും. ഞാൻ അടിച്ച് നിൻ്റെ കാരണം പൊട്ടിക്കും, മനസ്സിലായോടി? നിൻ്റെ അച്ഛൻ കണ്ടില്ലേ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കണേ. കൊടുക്കേണ്ടത് ആദ്യം തന്നെ അച്ഛന് കൊടുത്തപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ നന്ദു പറയേണ്ടതും കൊടുക്കേണ്ടതും ഒക്കെ കൊടുത്തിട്ട് നന്ദു വീണ്ടും സ്റ്റൈലായിട്ട് പോലീസ് ജീപ്പിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. നന്ദു പോയതും വേണു അനാമികയോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് നല്ലപോലെ വേദനിച്ചോ മോളെ? പിന്നെ വേദനിക്കാതെ, എൻ്റെ കവിള് കണ്ടില്ലേ, അവളുടെ കൈപ്പത്തി നല്ലപോലെ കവിളിൽ പതിഞ്ഞു. എന്തൊരു വേദനയാണെന്നോ. അച്ഛനാണെങ്കിൽ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ എൻ്റെ ഇങ്ങനെ അടിച്ചിട്ട്. അച്ഛൻ എന്നോട് ഒരു സ്നേഹമില്ല അല്ലേ? വേണു ഈ സമയം പറയുന്നുണ്ട്, അന്ന് അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതിൽ പിന്നെ സത്യം പറഞ്ഞ പേടിയാ മോളെ എനിക്ക് അവളെ. ഈ സമയം രേവതിയും പറയുകയാണ്, അതേടി മോളെ, കണ്ടില്ലേ മുറിവും ചതവും ഒക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ, അത്രയ്ക്കും ചതച്ചു കളഞ്ഞില്ലേ അവള് ഞങ്ങളെ. ഈ സമയം വേണു പറയുകയാണ്, അത് മാത്രമല്ല മോളെ, അവൾക്കിപ്പോൾ SAയുടെ സ്ഥാനം കൂടിയുണ്ട്. അപ്പോൾ പിന്നെ അധികാരം കൂടി ആയില്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തേലും വന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ടി വന്നാൽ ജയിലിൽ വരെ ആക്കുക എന്നെ ഇപ്പോൾ. അതുകൊണ്ട് മോളെ ഞാൻ മിണ്ടാതിരുന്ന്, എന്തിനാ നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? മിണ്ടാതിരുന്നാൽ തീരാവുന്നതാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതല്ലേ മോളെ നല്ലത്. ഈ സമയം അനാമിക പറയുന്നുണ്ട്, ഞാൻ അന്ന് തന്നെ നിങ്ങളോട് അവളെ SC ആക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് ആ പ്ലാൻ പോലും വർക്കൗട്ട് ആവാൻ അച്ഛന് സാധിച്ചില്ലല്ലോ. ആ പ്ലാനും പൊളിച്ച് കളഞ്ഞില്ലേ. ഇനിയിപ്പോൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എനിക്കിപ്പോൾ. ഞാൻ പോവാ, നിങ്ങളിനി അവളെ പേടിച്ച് ജീവിച്ചോ. ഈ പഞ്ചായത്തിൽ തന്നെയല്ലേ അവൾ ഉള്ളത്, അതൊരു SC ആയിട്ട്. എന്തായാലും അധികം വൈകാതെ അവളുടെ എത്തിക്കോളും. അതുമാത്രമല്ല, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്തൊക്കെ ഇനി അനുഭവിക്കേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇങ്ങനെ ദേഷ്യപ്പെട്ട് അനാമിക സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് തറവാടാണ്. നന്ദു SA യൂണിഫോമിൽ ചെല്ലുന്നത് അവിടേക്കാകും. അങ്ങനെ നന്ദു വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ അനാമികയും എത്തിയിട്ടുണ്ടാകും. നന്ദു SA യൂണിഫോം ഇട്ട് വരുന്നത് കാണുമ്പോൾ നയനയ്ക്കും നവ്യയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നയനയും നവ്യയും നന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം അവിടെ
ദേവയാനിയും ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ജലജയ്ക്കും ജാനകിക്കും നന്ദുവിനെ കാണുമ്പോൾ ഒട്ടും സുഖിക്കുന്നുണ്ടാകില്ല. ഒരു പുച്ഛഭാവത്തിലാകും അവർ രണ്ടുപേരും നന്ദുവിനെ നോക്കുന്നത് പോലും. ദേവയാനി ആകട്ടെ ഉള്ളിലുള്ള സന്തോഷം അടക്കി പിടിച്ച് അവിടെ തന്നെ കണ്ടു നിൽക്കുന്നുണ്ടാകും. ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നന്ദുവിനെ എസ് ആകാൻ സാധിച്ചതിൻ്റെ കാരണം ദേവയാനിയാണെന്ന് നന്ദുവിന് അറിയുന്നൊന്നും ഉണ്ടാകില്ല. പക്ഷെ ആ സത്യം നയനയ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നയന ദേവയാനിയെ നോക്കി പ്രകടിപ്പിക്കുന്നുണ്ട്. ദേവയാനിയും കണ്ണുകൾ കൊണ്ട് സന്തോഷം നയനയെ അറിയിക്കുന്നുണ്ടാകും. നയന നന്ദുവിനോട് ചോദിക്കുകയാണ്, മോളെ ഇന്ന് നിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ? ഇങ്ങനെ യൂണിഫോമിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. നിനക്ക് ഈ യൂണിഫോം നല്ലപോലെ ചേരുന്നുണ്ട്. ഈ സമയം നവ്യ പറയുന്നുണ്ട്, അതേ മോളെ, നിന്നെ എസ് എ ആവാതിരിക്കാൻ വേണ്ടി കുറേ പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രമിച്ചതല്ലേ. ആ ഒരു കാര്യങ്ങളെല്ലാം തരണം ചെയ്ത് നീ ഇപ്പോൾ നിൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ കഴിഞ്ഞില്ലേ? അതുതന്നെ ഒരു മഹാഭാഗ്യമാണ് മോളെ. എനിക്കിനി ധൈര്യമായിട്ട് നടക്കാലോ. എൻ്റെ അനിയത്തി ഒരു എസ് എ അല്ലേ? ഇങ്ങനെ നവ്യ പറഞ്ഞുകൊണ്ട് അഭിയെയും ജലജയെയും ആകും നോക്കുന്നത്. ജലജയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അഭിയാണെങ്കിൽ ഒരു പേടിയോടെയും സങ്കടത്തോടെയാകും നന്ദുവിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. അഭിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി നവ്യയോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം പെരുമാറാൻ. അല്ലെങ്കിൽ തന്നെ അവളിപ്പോൾ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ പറയും വേണ്ട, അവളുടെ അനിയത്തിയല്ലേ ഇപ്പോൾ എസ് ആയി വന്നിരിക്കുന്നത്. വേണമെങ്കിൽ അവളെ കൊണ്ട് എന്തെങ്കിലും കേസിൽ കുടുക്കി എന്നെ ജയിലാക്കാനും അവൾ മടിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഇനി നടക്കാൻ. ഈ സമയം അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ വരുന്നുണ്ട്. ഈ സമയം നന്ദു ആണെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദുവിനെ എസ് ഐ യൂണിഫോമിൽ കാണുന്ന സമയത്ത്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മോളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു എസ് ഐ ആകാൻ സാധിച്ചില്ലേ മോളെ. എന്തായാലും മോള് ഭാഗ്യവതിയാണ്. അതുപോലെ തന്നെ മുത്തശ്ശനും ഒരുപാട് കൺഗ്രാറ്റ്സും സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശും ജയനും നന്ദുവിന് കൺഗ്രാറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം നവ്യ പറയുന്നുണ്ട്, അല്ല മോള് ഡ്യൂട്ടിക്ക് ഇറങ്ങി വന്ന സമയമാണോ? ഇങ്ങോട്ട് തന്നെയാണോ ഫസ്റ്റ് വരുന്നത്? വേറെ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വരവാണോ? ഈ സമയം നന്ദു പറയുന്നുണ്ട്, അനാമികയെ നോക്കിയിട്ടായിരിക്കും പറയുന്നത്. അതെ ചേച്ചി, വരുന്ന വഴിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനുണ്ടായിരുന്നു. കാണാൻ മാത്രമല്ല ചിലതൊക്കെ കൊടുക്കാനും ഉണ്ടായിരുന്നു. ഈ സമയം അനാമിക മുഖം ഇങ്ങനെ തൊടുന്നുണ്ടാകും. അനി നന്ദുവിന് വന്ന് കൈയൊക്കെ കൊടുത്ത് കൺഗ്രാറ്റ്സ് കൊടുക്കുന്നുണ്ട്. അനി നന്ദുവിന് കൈ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ജാനകിക്കും അനാമികയ്ക്കും ഒട്ടും ഇഷ്ടമാകുന്നുണ്ടാകില്ല. ജാനകിയാണെങ്കിൽ അനാമികയെ നോക്കുന്നുണ്ടാകും. അനാമികയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും ജാനകിയെ നോക്കുന്നത്. ശേഷം അനാമികയാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് കരുതി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്.